ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ സക്കേവൂസിന്റെ ഭവനത്തിൽ പ്രവേശിച്ച് സക്കേവൂസ് മാനസാന്തരത്തിലേക്ക് കടന്നുപോകുന്ന വചനഭാഗം നമ്മളെല്ലാവരും പലതവണ കേട്ടതും ധ്യാനിച്ചതുമായ വചനഭാഗമാണ് ഇത്. സക്കേവൂസ് എന്ന വ്യക്തി ഒരു ചുങ്കക്കാരനായിരുന്നു. റോമാക്കാർക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് പണം, അതായത് ചുങ്കം പിരിക്കുന്നു, അവർക്ക് കൊടുക്കുന്നു. ഈ ചുങ്കം പിരിക്കുമ്പോൾ അധികമായ പണം തങ്ങളുടെ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ ചുങ്കക്കാരെ പരസ്യമായിട്ടുള്ള ഒരു പാപികളായിട്ടും അതുപോലെ തന്നെ സമൂഹത്തിൽ ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. അവർക്ക് ഒത്തിരി സമ്പത്തുണ്ട്, പക്ഷേ സമാധാനമില്ല. സക്കേവൂസിന്റെ ജീവിതവും അതുതന്നെയാണ്. ബാഹ്യമായിട്ട് അവന് സമ്പത്തുണ്ട്, സമ്പാദ്യമുണ്ട്, സ്വത്തുക്കളുണ്ട്. എന്നാൽ ഹൃദയത്തിൽ ഒരു ശൂന്യത അവന് എന്നും നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് അവൻ ഈശോ കടന്നു പോകുമ്പോൾ ഈശോയെ കാണാനായിട്ട് അവൻ ആഗ്രഹിച്ചു. എന്നാൽ അവൻ്റെ പൊക്കം കുറവായതിനാൽ അവൻ സിക്കമൂർ എന്ന മരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഈശോയെ കാണുന്നു. ഇതെല്ലാം തിരിച്ചറിയുന്ന ഈശോ അവനെ ചേർത്ത് പിടിക്കുന്നു. ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഈശോ മുകളിലേക്ക് നോക്കി അവനോട് പറയുന്നുണ്ട്, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക. അങ്ങനെ ഈശോവുമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ അനുഭവമാണ് സക്കേവൂസിന് ഇവിടെ സാധ്യമാവുക. ആ ഒറ്റ കണ്ടുമുട്ടലിൽ അവൻ്റെ പഴയകാല ജീവിത അവസ്ഥകളെല്ലാം മാറി മറിയുകയാണ്. അവൻ്റെ വീട്ടിൽ ഈശോ അന്ന് താമസിക്കാനായിട്ട് പോകുന്നു. ഈശോ വീട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈശോ പറയുന്ന വചനം ഇപ്രകാരമാണ്: ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈശോയുമായിട്ടുള്ള കണ്ടുമുട്ടലും തുടർന്നുള്ള മാറ്റവും സക്കേവൂസിന്റെ ജീവിതത്തെ അടിമുടി മാറ്റുന്നുണ്ട്. സക്കേവൂസ് പറയുന്നുണ്ട്, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. ഈ ഭൂമിയിലെ സമ്പത്ത് കൊണ്ട് ഒരിക്കലും ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകില്ല എന്ന് സക്കേവൂസിനറിയാം. അതുകൊണ്ടാണ് സക്കേവൂസ് തൻ്റെ സ്വത്ത് പാവപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുക. അതുപോലെ തന്നെ താൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുക. ഇന്ന് സുവിശേഷം നമ്മളോട് പറയുന്നത് 3 കാര്യങ്ങളാണ്. 1, ദൈവം നമ്മളെ എല്ലാവരെയും അനുരഞ്ജനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മൾ ദൈവത്തിലേക്ക് ചെറുതായിട്ടെടുക്കുമ്പോൾ ദൈവം നമ്മുടെ അടുത്തേക്ക് വലുതായിട്ട് അടുത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട്, ദൈവം കാണിക്കുന്ന കരുണ, അത് നമ്മുടെ കൂടെയുള്ളവരോടും ആ കരുണ പങ്കുവെക്കണം. ദൈവം സക്കേവൂസിനോട് ക്ഷമിക്കുമ്പോൾ സക്കേവൂസ് ആ സ്നേഹം, ആ കരുണ പാവപ്പെട്ടവരുമായിട്ട്, താൻ മൂലം വേദനിക്കപ്പെട്ടവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് അവരെയും ഹൃദയത്തോട് ചേർക്കുകയാണ്. അവസാനമായിട്ട് സക്കേവൂസ് തൻ്റെ സ്വാർത്ഥപരമായ മനോഭാവം, അതായത് തനിക്ക് വലുതാകണം, തനിക്ക് സമ്പത്തുണ്ടാകണം എന്നുള്ള സ്വാർത്ഥപരമായ മനോഭാവത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവത്തിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് ദൈവം നമ്മെ എല്ലാവരെയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കുറവുകളുണ്ടെങ്കിൽ അനുതാപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാം. അങ്ങനെ ഈശോ വന്ന് വസിക്കുമ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി മാറും. നമ്മളായിരിക്കുന്ന ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടും. നാം എന്തു ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ പെയ്തിറങ്ങും. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങ് വന്ന് ഞങ്ങളോടുകൂടെ വസിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹത്തിൻ്റെ ചാലുകൾ വീണ്ടും തുറക്കണമേ. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.